ചാരിറ്റിയുടെ മറവിൽ വൈറ്റ് കോളർ ഭീകരത ഉടലെടുക്കുന്നതെങ്ങനെ? ചാരിറ്റി പ്രവർത്തനത്തിന്റെയും ന്യൂനപക്ഷ പരിഗണനയുടെയും പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. വിദേശ സഹായം വാങ്ങിക്കൊണ്ട് പടിപടിയായിട്ട് അതിനെ ഉയർത്തുന്നു. ഒടുവിൽ വൈറ്റ് കോളർ ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയായി മാറ്റുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാരെ ഒന്നിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിച്ചത് ഈ യൂണിവേഴ്സിറ്റിയാണ് എന്നാണ് NIA വൃത്തങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ, സൂചനകൾ ഒക്കെ പുറത്തു വരുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേറായിട്ടുള്ള ഡോക്ടർ ഉമർ നബിയുടെയും ഫരീദാബാദിൽ അറസ്റ്റിലായിട്ടുള്ള മുസമിലിന്റെയും അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ മുറികളിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ വലിയ സ്ഫോടന പരമ്പരയാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഭീകരരെല്ലാം കണക്ട് ചെയ്യപ്പെട്ട പൊതു പോയിന്റും ഈ സർവകലാശാലയുമായിട്ടുള്ള ബന്ധമാണ്. 1997 അൽ ഫലാഹ് ഗ്രൂപ്പാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത്. 2009 കൽപ്പിത സർവകലാശാലയായും 2014 സർവകലാശാലയായും അപ്ഗ്രേഡ് ചെയ്തു. 2019 ഇവിടെ MBBS കോഴ്സ് ആരംഭിച്ചത്. അന്നു മുതലാണ് ഭീകരതയുടെ ഡോക്ടർ നെറ്റ്വർക്കിന് ഇവിടെ സ്ഥാനം കിട്ടുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയെയും അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായിയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന കണ്ണിയായാണ് ഫരീദാബാദ് ദൗജിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഭീകരബന്ധമുള്ള ഡോക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 52 പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനിടെ ചെങ്കോട്ട സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംശയ നിഴലിൽ നിൽക്കെ അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ അറസ്റ്റിലുമായി. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് അൽ ഫലാഹ് സർവകലാശാല ചെയർമാനായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. സർവകലാശാലയുടെ സ്ഥാപക ചെയർമാനായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖിയെ ഒന്നിലധികം നിക്ഷേപ തട്ടിപ്പ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാവേദ് അഹമ്മദും അറസ്റ്റിലാകുന്നത്. കലാപവും കൊലപാതക ശ്രമവും ഉൾപ്പെടെ കുറഞ്ഞത് 4 കേസുകളിലെങ്കിലും ഹമൂദിനെ വിവിധ അന്വേഷണ ഏജൻസികൾ തിരയുകയാണ്. തുടക്കം മുതൽ തന്നെ സിദ്ദിഖി ഇതിന്റെ ട്രസ്റ്റിയാണ്. ട്രസ്റ്റിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലും. വളരെ പെട്ടെന്നാണ് ട്രസ്റ്റ് പടർന്ന് പന്തലിച്ചത്. ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും ഏജൻസികൾ ഇപ്പോൾ വലിയ അന്വേഷണം നടത്തുകയാണ്. അനധികൃതമായിട്ടുള്ള വിദേശ ഫണ്ട് ട്രസ്റ്റിലേക്ക് എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ നേടിയെടുത്തത് 500 കോടിയിലധികം രൂപ. അൽഹലാദ് യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയെത്തിയതായിട്ട് ED അടക്കം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അൽഹലാദ് സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയത് 500 കോടിയോളം രൂപ എന്ന് EDയുടെ കണ്ടെത്തലുണ്ടാകുന്നു. സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റിയ പണവും ഇക്കൂട്ടത്തിൽ പെടുന്നു. അൽ ഫലാഹ് സ്ഥാപകനായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 15 ദിവസം കള്ളപ്പണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള സിദ്ദിഖിയെ 13 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതേസമയം ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ അൽ ഫലാഹ് സർവകലാശാലയിലെ നിരവധി പേരെ കാണാതായതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാണാതായവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. ഇവരെ കണ്ടെത്താൻ ഹരിയാന DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഭീകരാക്രമണത്തിന്റെ പ്രധാന കേന്ദ്രമെന്ന് പറയപ്പെടുന്ന ഈ സർവകലാശാല ആയിരിക്കാമെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ സംശയവും ഇവിടെ ജനിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ സംശയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് അടുത്ത വൃന്ദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ തന്നെ പറയുന്നുണ്ട്, ഭീകരാക്രമണത്തിന്റെ പ്രധാന ഉറവിട കേന്ദ്രം ഈ സർവകലാശാല തന്നെയാണ്. നവംബർ 10 ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഹുണ്ടായ് i20 കാറിൽ അമോണിയം നൈട്രേറ്റ് ഫ്യുവൽ ഓയിൽ നിറച്ച് സ്ഫോടനം നടത്തിയ ടെറർ ഡോക്ടർ സംഘത്തിന്റെ ഭാഗമായവരാകാം ഇപ്പോൾ കാണാതായവർ എന്നുള്ള സൂചനകൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കരുതുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കൂടുതൽ ചാവേർ ആക്രമണങ്ങൾക്കായിട്ട് സംഭാവന നൽകാൻ ആഹ്വാനം നടത്തിയതായിട്ട് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വെളിപ്പെടുത്തിയതാണ്. 20,000 പാകിസ്ഥാനി രൂപ വീതമാണ് ഇവർ സംഭാവനയായിട്ട് ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടത്. ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ലഭിച്ച സൂചനകൾ പ്രകാരം ജെയ്ഷെ നേതാക്കൾ സദാപേ എന്ന പാക് ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ പണം സമാഹരിക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ ഷക്കീൻ സയ്യിദ് ഈ യൂണിറ്റിലെ അംഗമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മാഡം സർജൻ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്നു ഇവർ.
ആക്രമണത്തിന് പണം നൽകിയതായിട്ടും സംശയിക്കപ്പെടുന്നുണ്ട്. ജമാഅത്തുൽ മുമിനാത്ത് എന്ന യൂണിറ്റിന്റെ പേര് ഇത്തരം സാമ്പത്തിക യൂണിറ്റും ഈ സർവകലാശാലയിൽ പ്രവർത്തിച്ചു വരുന്നതായി സംശയിക്കുന്നുണ്ട്. അപ്പോൾ പഠനത്തിന്റെ മറവിൽ, വിദ്യാഭ്യാസത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനത്തിന്റെയും ന്യൂനപക്ഷ പരിഗണനയുടെയൊക്കെ പേരിലാണ് ഇത്തരത്തിലുള്ള വിദേശ ഫണ്ടുകൾ, വിദേശ സഹായങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് വൈറ്റ് കോളർ ഭീകരത ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ, ഇതുപോലുള്ള മെഡിക്കൽ കോളേജുകളിലാണ് എന്നുള്ളത് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയിലടക്കം, മധ്യപ്രദേശിലടക്കം ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, പ്രവണതകൾ എന്ന് പറയപ്പെടുന്നത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, ഭീകരവാദത്തിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരതയെ തുടച്ചു നിൽക്കേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച